ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ബനാന കേക്കാണ്. ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബനാന കേക്ക് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. എല്ലാവരും മൈദയാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ വീറ്റ് ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഹെൽത്തിയാണ്. ഷുഗറും യൂസ് ചെയ്യാം, അതിന് പകരം ശർക്കര പാനിയും ആഡ് ചെയ്യാം. അപ്പം ജാഗറി സിറപ്പ് അല്ലെങ്കിൽ ശർക്കര പാനി ആഡ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പളന്തുടൻ പഴമാണ്. ഇതൊരു 4 പഴം ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ പഴുത്ത പഴമായിരിക്കണം എടുക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പഴുത്ത നേന്ത്രക്കായ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ എടുക്കാം. റോബസ്റ്റയോ നേന്ത്രക്കായ എടുക്കുകയാണെങ്കിൽ 1 പഴം മതി. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ റോബസ്റ്റ എടുക്കുകയാണെങ്കിൽ 2 പഴം എടുക്കാം. അതല്ല ഞാലിപ്പൂവനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ 4ഓ 5ഓ ചെറിയ പഴം എടുക്കാവുന്നതാണ്. ഇൻഗ്രീഡിയൻസ്: പഴമായി 1 കപ്പ് അരിച്ചെടുത്ത ആട്ട. അരിപ്പ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് തവിട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് വാങ്ങുന്ന ആട്ടയിലും. ഒരു 1/4 കപ്പ് എണ്ണ. നമ്മൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മണമില്ലാത്ത ഏത് ഓയിലാണേലും. വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മണം വരുമല്ലോ, അതുകൊണ്ടാണ്. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് ശർക്കര പാനി കാച്ചിയത്, അതായത് ജാഗറി സിറപ്പ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഭയങ്കര കട്ടിക്കാണ് ഞാൻ തേൻ പോലെ. ഇത്ര കട്ടിക്കാണിത് ഉരുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഞാനൊരു 200 ഗ്രാം ശർക്കര എടുത്തു. ഒരു 200 അല്ല 250 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലൊരു ശകലം വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ശർക്കര ഞാനിതുപോലെ കാച്ചി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫുൾ എടുത്തിട്ടില്ല, ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം തിക്നെസ് നോക്കുക. ഇത് വെള്ളമായി പോകരുത്. ശർക്കര പാനി ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ കുഴച്ചെടുക്കുമ്പം കേക്കിൻ്റെ ബാറ്റർ ലൂസായി പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ഷുഗറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പൊടിച്ചെടുത്ത ഷുഗറാണ് ചേർക്കേണ്ടത്. ഷുഗർ പൗഡർ 1/2 കപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് തൈര്. നല്ലതുപോലെ ഉടച്ചെടുത്ത തൈര്, കട്ടയില്ലാതെ ലംസ് ഒന്നുമില്ലാതെ ഉടച്ചെടുത്ത തൈര് ഒരു 3 ടേബിൾ സ്പൂൺ. ഒരുപാട് വേണ്ട. പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പാല് നമുക്ക് ഫുൾ കപ്പ് ആവശ്യമില്ല. 1/2 കപ്പ് എങ്ങാനുമേ ആവശ്യം വരുള്ളൂ. ആവശ്യമുള്ളത്ര എടുത്താൽ മതി. അത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ബാറ്റർ റെഡി ആയി കഴിഞ്ഞിട്ട് പറയാം എത്ര പാല് എടുത്തു എന്നുള്ളത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ എപ്പോഴും കുറവാണ് ഇടുന്നത്. ഓക്കെ. 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസ്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ബനാന എസൻസ് കിട്ടും, അതും ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് പഴം അധികം ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് ബനാന എസൻസ് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഫ്ലേവർ എടുത്തറിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാനില എസൻസ് തന്നെ ചേർക്കുക. പിന്നെ ഒരു 8-10 സ്പ്ലിറ്റ് ചെയ്ത കാഷ്യൂ നട്ട്. അതെന്തിനെന്ന് വെച്ചാൽ ജസ്റ്റ് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. ഈ കേക്കിനകത്ത് ഞാൻ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇടുന്നില്ല. അതിൻ്റെ കാര്യം പഴമുള്ളത് കൊണ്ട് ഈ കേക്ക് വേവാൻ മറ്റ് കേക്കിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൂടെ കൂടുതൽ എടുത്തേക്കാം. അപ്പം കഴിയുന്നതും നല്ല ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കാഷ്യൂ നട്ട് ഇടയ്ക്ക് പൊടിച്ചത് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വെക്കണോ, അതോ ഇൻഡാലിയത്തിൻ്റെ കടായി ആണെങ്കിലും ഇൻഡാലിയത്തിൻ്റെ ചരുവാണെങ്കിലും എന്തിൽ വെക്കുന്നോ നമ്മൾ കേക്ക് ഉണ്ടാക്കണോ, അതൊന്ന് ആദ്യം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 5 to 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം ഓവനും. അപ്പം നമുക്ക് ആദ്യം ആ ചരുവം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാൻ. നമുക്ക് ഈ പഴം ഒന്ന് ആദ്യം അതുപോലെ ഒന്ന് ഫോർക്കും കൊണ്ടൊന്ന് അമർത്തി കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും കട്ട ഉണ്ടായിരിക്കരുത്. നല്ലതുപോലെ ഒന്ന് ഫോർക്കും കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ലതുപോലെ പഴുത്ത പഴം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പഴം നല്ലതുപോലെ ഉടച്ചെടുത്തു. ശരിക്കും ഉടച്ചെടുക്കണം കേട്ടോ, കട്ട ഉണ്ടായിരിക്കരുത്. പിന്നെ ചെറുതായിട്ടൊക്കെ പഴത്തിൻ്റെ ആ ഒരു നാര് പോലെ തരി കാണും. അത് സാരമില്ല, ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലതായിരിക്കും. അത് ശരിക്കും ഇത് ചെയ്തെടുത്തു കേട്ടോ. ബോളിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് പഴം ഇട്ട് കൊടുത്തു. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഞാൻ ഫുള്ള് ഒഴിച്ചില്ല, 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചു. ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കും. ഇതിന് പകരം ഷുഗറും ആഡ് ചെയ്യാവുന്നതാണ്.
ശർക്കരപ്പാനി ചേർത്ത് കഴിയുമ്പോൾ നല്ല കളറായിരിക്കും കേക്കിന് കേട്ടോ. അപ്പം നല്ല കളറുള്ള ശർക്കരയാണ്. നല്ല എന്താ പറയുന്നത്, കട്ടിക്കാണ് കാച്ചി വെച്ചിരിക്കുന്നത്. ഞാൻ 3/4 കപ്പ് ശർക്കരപ്പാനി ചേർത്തു. ശർക്കര നല്ല കളറുള്ള ശർക്കര ചേർക്കുകയാണെങ്കിൽ നമുക്ക് കേക്കിന് നല്ലൊരു കളർ കിട്ടും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഈ കേക്കിന് ഈ ഒരു കളർ വരത്തില്ല, ബ്രൗൺ കളർ കേട്ടോ. അപ്പം നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കളറുള്ള ശർക്കര കിട്ടുക. ശർക്കര ഒത്തിരി ഹെൽത്തി വെർഷനാണ്. തൈര് കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ മുട്ട അടിക്കുന്ന വിസ്ക് ഉപയോഗിച്ച് അത് വേണമെങ്കിൽ ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ആട്ടയൊന്ന് അരിച്ചെടുത്തതാണ് ഞാൻ, എന്നാലും ഒന്ന് ഈ ചെറിയ ചണ്ണിയിലോട്ട് ഇട്ടിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ അതിലോട്ട് നല്ലപോലെ മിക്സ് ആവുമല്ലോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഒന്ന് സീവ് ചെയ്യും. ബാക്കി ആട്ട കൂടി ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടവും ആയിക്കോളും കേട്ടോ. ഈ ബാക്കി ആട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് ഫുൾ നിറച്ചാണ് ആട്ട എടുത്തത് കേട്ടോ. അതുപോലെ ഇത് ചായ കുടിക്കുന്ന നോർമൽ കപ്പാണ്. അപ്പോൾ അതിന് 1 കപ്പ് അളവ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ആട്ട എടുക്കണോ അതനുസരിച്ച് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ. ആട്ടയോ മൈദയോ എന്താണ്. ഇനി ഇതിൽ നമുക്ക് ആവശ്യമുള്ളത്ര പാല് ചേർക്കാം. ശകലിച്ച പാല് ചേർക്കണം. ഓരോ സ്പൂൺ വെച്ച് പാല് ചേർക്കാം. ഒത്തിരി വെള്ളമായി പോകരുത് ബാറ്റർ. ഇതിപ്പം ഇച്ചിരി കട്ടിക്കാണിരിക്കുന്നത്. നമുക്കൊരു ശകലം വെച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലോട്ട് നമുക്ക് ഒരല്പം പാല് ചേർത്ത് കൊടുക്കാം. ഒരു ശകലം, ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ. ഓരോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് വിട്ട് വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാനും. കാരണം ഒന്ന് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ബാറ്റർ ലൂസായി പോകും കേട്ടോ. ഒരു ശകലം കൂടെ പാല് ചേർത്ത് കൊടുക്കുക. അതേസമയം നിങ്ങൾ പൗഡേർഡ് ഷുഗറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ, പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പാല് കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ചേർത്തതിലും കേട്ടോ 1/2 കപ്പ് പാല് ചേർക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശർക്കരപ്പാനി ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലിക്വിഡ് അല്ലേ ഐറ്റം. ഞാൻ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. ഈ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇന്ന് മതി. നമ്മളുടെ കേക്ക് ടിന്നിലോട്ട് ഒരല്പം ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കുക. 4 വശം ഒന്ന് തൂത്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ കറക്കി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡുകളിലൊക്കെ ആവും. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനടിയിൽ നമുക്ക് റൗണ്ടിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിലിടാം. സൈഡിലും വെക്കാം. എൻ്റെ അടുത്ത് ഇപ്പം ബട്ടർ പേപ്പർ ഇരിപ്പില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരല്പം മൈദയൊന്ന് നമുക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ശകലം മൈദ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി മൈദ. അപ്പോൾ എല്ലായിടവും ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു ബോളിൽ കുറച്ച് കാഷ്യൂ എടുത്തിട്ടില്ലേ, ഞാനിപ്പോൾ അതിലോട്ട് അങ്ങിട്ട് കൊടുക്കുക. അതിൻ്റെ റീസൺ, നമുക്ക് ഇതെന്തായാലും മൈദയിൽ ഒന്ന് കോട്ട് ചെയ്യണമല്ലോ. ഒരു ശകലം 1 സ്പൂൺ മൈദ ഇട്ടിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഈ കാഷ്യൂ ഒന്ന് കോട്ട് ചെയ്യും. അതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഇത് മേളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കോട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങ് അടിയിലോട്ട് താന്ന് പോകും. കേക്ക് പൊങ്ങി വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ പൊങ്ങി തന്നെ നിൽക്കും, അടിയിലോട്ട് താന്ന് പോകത്തില്ല. ഓക്കെ. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ. ഒന്ന് മിക്സ് ചെയ്യുക. കേക്ക് ഡിഷ്
അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് അരയ്ക്കരുത് കേട്ടോ, ഇതിൽ വരാനുള്ളതേ ഉള്ളൂ. ഒഴിച്ചു കൊടുക്കാം. പകുതിയെ ഫില്ല് ചെയ്യാവൂ, പകുതി കാലിയാക്കിടണം, എങ്കിലേ അത് മേലോട്ട് പൊങ്ങി വരാനുള്ള ഒരു സ്ഥലം വേണമല്ലോ. കയ്യിലെടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഇതിൽ വല്ല എയർ ബബിൾസും ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോയി കിട്ടാൻ. ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഞാൻ. താന്നു പോയാലൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ചെലവുമാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറച്ച് സോൾട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതായത് ചൂടിലിരുന്ന് പാത്രം നമ്മളുടെ കരിഞ്ഞു പോവോ മൂടഴുക്കാവാതിരിക്കാൻ വേണ്ടി. അതിനകത്ത് ഒരു ചെറിയ കട്ടോരി, ഞാൻ നേരത്തെ കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓവനില്ലാതെ, അപ്പോൾ അത് നോക്കിയാൽ മതി. ഇതിൻ്റെ ബേസിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, വിതറി കൊടുക്കുക, തരിയുപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതിന് പുറത്തൊരു കട്ടോരിയോ അങ്ങനെ ഒരു സ്റ്റാൻഡോ എന്തെങ്കിലും ഒന്ന് വെക്കുക. സ്റ്റാൻഡ് ഇല്ല ഇപ്പോൾ, അതാണ് ഞാനിത് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് കൈ പൊള്ളാതെ ഇതിലോട്ട് ഇറക്കി കൊടുക്കണം. ഒരു പക്കടങ്ങാണം പിടിച്ചിട്ട് നേരെ ഇറക്കി കൊടുക്കുക. വെട്ടു ഉണ്ടാ, അപ്പോൾ സേഫ്റ്റി ആയിട്ട് ഇറക്കി. കൈ പൊള്ളോ അല്ലെങ്കിൽ ഇതിനാണ് തൊട്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് അടച്ചു വെക്കുക. അപ്പം ഞാൻ ഇത് നമ്മളുടെ പാത്രം നല്ല ചൂടാണ്, ശരിക്കും ചൂടായി. അപ്പം ഞാൻ ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ടാണ് ഒരു 5 മിനിറ്റ് നല്ലപോലെ ചൂടാക്കിയത്. അപ്പോൾ ഒരു മണിക്കൂറോളം സമയമാണ് നോർമലി നമ്മൾ ഓവൻ ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ കേക്കിന് എടുക്കുന്നത്. അപ്പം 40 മിനിറ്റ് എന്നൊന്നും ഞാൻ പറയില്ല, നമുക്കൊരു 50 മിനിറ്റ് കഴിയുമ്പം ഇതിനി ഒന്ന് ടൂത്ത് പിക്ക് ഇട്ട കാണും ചെക്ക് ചെയ്താൽ, നൈഫ് ഇട്ടോ ടൂത്ത് പിക്ക് ഇട്ടോ. ഇപ്പം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 45 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ, നേരിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 1 അവർ ഇത് വെച്ചു കംപ്ലീറ്റ്. ഈവൻ ഇത് ബനാന കേക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റ് കൂടുതൽ എടുത്താലേ പറ്റുള്ളൂ. പെട്ടെന്ന് ആവത്തില്ല കേട്ടോ, കാരണം അകം പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. കുത്തി നോക്കാം. ഞാനിങ്ങനെ ഈ നൈഫ് ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. ഇതേ കംപ്ലീറ്റ്ലി ക്ലീനായി. ഇതേ ഓയിൽ വരുന്നുണ്ടോ? ഇതിങ്ങനെ വരണം. അത് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി ഇത് ക്ലിയർ ആയി. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. ഇത് ശരിക്കൊന്ന് തണുക്കട്ടെ. പതുക്കെ ഒന്ന് പിടിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് നല്ലതുപോലെ തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് തിരിച്ചിടാം. ഒന്ന് പിടിക്കുക, ഇങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് പിടിച്ചാൽ മതി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കേക്ക് ടിന്ന് ബ്രൗൺ കളറാണ്, കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ? നമുക്കിത് തിരിച്ചിടാം. ശരിക്കും വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്പോഞ്ചി കേക്കാണ് കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് സ്പോഞ്ചിയാണ്. ഈസി ആയിട്ടുള്ള ബനാന കേക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ബനാന കേക്ക് ഉണ്ടാക്കാൻ മാക്സിമം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. വീറ്റ് ജാഗറി കേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. സെയിം അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒള്ളി ഒരു ഡിഫറെൻറ്റ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ബനാന പഴമായിട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. Hey friends, hope everyone likes today's very tasty and delicious, yummy-licious banana cake recipe. Thank you so much for watching. Keep watching, keep sharing. If you haven't subscribed yet, please don't forget to subscribe, and please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy.